വണ്ടക്ക നന്നായി കഴുകി വൃത്തിയാക്കി ഞാൻ മുത്തൊക്കെ കളഞ്ഞ് വെച്ചതാണ്. വണ്ടക്ക തോരനല്ല കേട്ടോ, വണ്ടക്ക പൊരിച്ചെടുത്തത്, പൊരിച്ചത് അല്ലെങ്കിൽ വറുത്തത് എന്നൊക്കെ പറയാം. ഞാനൊന്നിത് അതിൻ്റെ മെഴുക്ക് കളയാൻ വേണ്ടി ചട്ടിയിലൊന്നിട്ട് ഇളക്കുന്നുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ തൂകി അതൊന്ന് അതിൻ്റെ മെഴുക്ക് കളയാം കേട്ടോ ആദ്യം. എന്നിട്ടത് നീളത്തിൽ കട്ട് ചെയ്ത് കുറച്ച് മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും ഉപ്പും ചേർത്തൊന്ന് കുഴച്ച് വെക്കുക. ഒരു 5-10 മിനിറ്റ് വെച്ചാൽ മുളക് പിടിക്കും, നന്നായി പിടിക്കും. എനിക്ക് വെക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തതാണ്. കുട്ടികൾക്ക് രാവിലെ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ടൈമില്ലാത്തവർക്കൊക്കെ പെട്ടെന്ന് മറ്റു കറികളൊന്നും ഉണ്ടാക്കാൻ സമയമില്ലാതെ ഈ ജോലിക്കെല്ലാം പോകുന്നവർക്ക് രാവിലെ പെട്ടെന്ന് ഈ ഒരു ഐറ്റം മതി ഇത് എടുത്തിട്ട് ചിലർക്ക് കൊണ്ടുപോകാൻ മറ്റൊരു ഐറ്റം എടുത്ത് പോവാം. ഒരു കറിക്കെല്ലാം പകരം ഉപയോഗിക്കാം. നല്ല ടേസ്റ്റുള്ള സംഭവം കേട്ടോ. എന്നെ ഉണ്ടാക്കി നോക്കിക്കോ. എന്നിട്ട് ബാക്കി വന്ന മുളക് പൊടിയിൽ ഞാൻ ഒരു 3 മുട്ടയെടുത്ത് അതും കൂടി പൊരിച്ച് സ്കൂളിലേക്ക് കൊടുക്കാനാണ് കുട്ടികൾക്ക്. അതും കൂടി ഒന്ന് അതിൻ്റെ കൂടെ ഇട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. വളരെ കുറച്ച് എണ്ണ മാത്രമേ ഞാൻ ഉപയോഗിക്കൂ. കാരണം എണ്ണ ബാക്കി വന്നാൽ ഞാനത് പിന്നെ ഉപയോഗിക്കില്ല. അതുകൊണ്ട് പിന്നെ എല്ലാ സാധനത്തിനും ഞാൻ വളരെ കുറച്ച് എണ്ണ ഉപയോഗിക്കാറുള്ളത്. ആ എണ്ണയിൽ തന്നെ നമുക്ക് ഈ മുട്ടയും കൂടി ഇട്ട് ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. മുളക് പൊടിയും ഉപ്പും വേറെ ഒരു സാധനവും ഇല്ല കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ വളരെ കുറച്ച് സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കുന്ന ഐറ്റം ആവശ്യമുള്ളവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി കേട്ടോ. എന്നുവെച്ചാൽ പെട്ടെന്ന് ഈ കോളേജിൽ സ്കൂളിലെല്ലാം പോകുന്നവർ പിന്നെ ഈ ജോലിക്കാർക്കൊക്കെ വേഗം പെട്ടെന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് ഒരുപാട് കറികളെല്ലാം ഉണ്ടാക്കി എടുത്തു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ല. അപ്പോൾ ഇങ്ങനെ ചെറിയ സാധനങ്ങൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സാധനങ്ങൾ ഒറ്റൊരു ഐറ്റം മതി ചോറ് ഇനി കൊണ്ടുപോകാൻ. നല്ല ടേസ്റ്റ് ഉള്ളതാണ്. ഉണ്ടാക്കി നോക്കിക്കോട്ടെ.